എല്ലാവർക്കും കല്ലുപെൻസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്ട് കെമിസ്ട്രി ആണ്. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. അപ്പോൾ അതിനു മുൻപ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് 10ാം ക്ലാസ് ഇപ്പോൾ 10ലേക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയല്ല, ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് ചാപ്റ്ററിന്റെ വളരെ റെലവെന്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൽ വരും എന്ന് എക്സാമിന് വരും എന്ന് ഉറപ്പുള്ള പോർഷൻസ് മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മറ്റുള്ള പോർഷൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് നമ്മൾ പിന്നെ ദിവസം എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കയറാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്റർ ആണ്. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, എന്താണ് പീരിയോഡിക് ടേബിൾ എന്നും, രണ്ട്, എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നും പഠിക്കും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബറ്റോമിക് കോൺഫിഗറേഷൻ ആണ്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. കെ, എൽ, എം എന്നിവയാണ് ഷെല്ലുകൾ എന്ന് പഠിച്ചിട്ടുണ്ട്. ആ കെ എന്ന് പറയുന്ന ഷെല്ലിൽ കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ 2 ആണ്, എൽ എന്ന് പറയുന്നതിൽ കൊള്ളാവുന്ന 8 ആണ്, എം എന്ന് കൊള്ളാവുന്ന 18 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബറ്റോമിക് ആണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ സബറ്റോമിക ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബറ്റോമിക ഇലക്ട്രോൺ വിന്യാസമാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനപ്പെട്ട സബറ്റോമിക് ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. SPDF എന്നിവയാണ് സബ് ഷെല്ലുകൾ. അപ്പോൾ എന്താണ് SPDF എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് സബ് ഷെല്ലുകൾ എന്താണെന്ന്. നമ്മളൊരു ക്ലാസ് എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്കൂളിൽ പോകുന്നു. ആ സ്കൂളിൽ 8, 9, 10 3 ക്ലാസ്സുകളുണ്ട്. ഇവയ്ക്ക് ഓരോന്നിനും ഡിവിഷൻസ് ഉണ്ടാവുമല്ലോ. 8A, 8B പോലെ സബ് ഡിവിഷൻസ് ഉണ്ടായിരിക്കും. അതേപോലെ 9ാം ക്ലാസ്സിനും ഡിവിഷൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിനും ഡിവിഷൻസ് ഉണ്ടായിരിക്കും. ഈ പറയുന്ന കെയും എല്ലും എമ്മും, ഇതാ നിങ്ങൾ ആറ്റത്തിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ആറ്റം എന്നറിയാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. അതിലാണ് ആറ്റത്തിൽ കാണപ്പെടുന്ന പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉള്ളത്. ഇതിന് ചുറ്റുമുള്ള വൃത്താകൃതിയിലുള്ള പാതകൾ, സർക്കുലർ പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് എന്ന് വിളിക്കും. ഈ ഓർബിറ്റിലൂടെയാണ് ഇലക്ട്രോണുകൾ നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നറിയാം. ഈ ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത ഷെല്ലിനെ ഞാൻ വിളിക്കുന്ന പേരാണ് കെ ഷെൽ എന്ന് വിളിക്കും. തൊട്ടടുത്ത ഷെല്ലാണ് എൽ ഷെൽ, അടുത്ത ഷെല്ലാണ് എം ഷെൽ, സോ. അപ്പോൾ ഈ കെയിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2, എല്ലിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളാണ് 8, എമ്മിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളാണ് 18, എന്നിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളാണ് 32. അപ്പോൾ എന്താണ് സബ് ഷെല്ലുകൾ എന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന കെ എന്ന് പറയുന്ന ഷെല്ലിന് ഉള്ളിലായി, നമ്മളുടെ 8ാം ക്ലാസ്സിന് ഉള്ളിലായി 8A, 8B എന്ന് പറയുന്ന പോലെ കെ എന്ന് പറയുന്ന ഷെല്ലിന് ഉള്ളിലായി ഇലക്ട്രോണുകൾ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവയാണ് സബ് ഷെല്ലുകൾ. അതുകൊണ്ട് തന്നെ എൽ എന്ന് പറയുന്ന ഷെല്ലിന് ഉള്ളിലായി, എൽ എന്ന് പറയുന്ന മെയിൻ ഷെല്ലാണ്, ആ ഷെല്ലിന് ഉള്ളിലായി ഇലക്ട്രോണുകൾ ഇരിക്കുന്ന ചെറിയ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ ഇരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അവയാണ് സബ് ഷെല്ലുകൾ. പ്രധാനപ്പെട്ട സബ് ഷെല്ലുകൾ S, P, D, F എന്നിവയാണ്. അപ്പൊ നമ്മുടെ ന്യൂക്ലിയസിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഷെല്ലാണ് കെ, അതിനടുത്താണ് എൽ, അതിനടുത്താണ് എം. നമുക്ക് ഈ ഷെല്ലുകൾക്ക് നമ്പർ ചെയ്യാം. ഒന്നാമത്തെ ഷെല്ലാണ് കെ, കെക്ക് നമ്പർ 1, എൽ എന്ന് പറയുന്ന 2ാമത്തെ ഷെൽ, എം എന്ന് പറയുന്നത് 3ാമത്തെ ഷെൽ. അപ്പൊ ഇവയ്ക്ക് ഓരോന്നിനും എത്ര സബ് ഷെല്ലുകൾ ഉണ്ടെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഷെല്ലാണ് കെ, ആ കെക്ക് ഒരൊറ്റ സബ് ഷെല്ലേ ഉള്ളൂ, അത് എസ് ആണ്. 2ാമത്തെ ഷെല്ലാണ് എൽ, അപ്പോൾ അതിന് 2 സബ് ഷെല്ലുകൾ ഉണ്ടാവും, എസ് ഉണ്ടാവും, പി ഉണ്ടാവും. ആൻഡ് 3ാമത്തെ സബ് ഷെല്ലാണ് എം, അതിന് എസ്, പി, ഡി. അപ്പൊ 3 സബ് ഷെല്ലുകളുണ്ട്, എസ്, പി, ഡി. 4ാമത്തെ സബ് ഷെല്ലാണ് എൻ, അതിന് എസ് ഉണ്ടാവും, പി ഉണ്ടാവും, ഡി ഉണ്ടാവും, എഫ് ഉണ്ടാവും. അപ്പോ എത്രാമത്തെ ഷെല്ലാണോ അത്രയും തന്നെ സബ് ഷെല്ലുകൾ അതിനകത്ത് ഉണ്ടായിരിക്കും. ഇത് ഓർക്കാനുള്ള എളുപ്പമാർഗമാണ്, എത്രയാണോ ഷെല്ലിന്റെ നമ്പർ അത്രയും തന്നെ സബ് ഷെല്ലുകൾ അതിനുള്ളിൽ ഉണ്ടായിരിക്കും എന്ന് ഓർക്കുക. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, കെ എന്ന് പറയുന്ന ഷെല്ലിന് എസ് എന്ന് പറയുന്ന സബ് ഷെല്ലുണ്ട്, എൽ എന്ന് പറയുന്ന ഷെല്ലിനും എസ് എന്ന് പറയുന്ന സബ് ഷെല്ലുണ്ട്, എമ്മിനും എസ് ഉണ്ട്, എന്നിനും എസ് എന്ന് പറയുന്ന സബ് ഷെല്ലുണ്ട്. ഒരെണ്ണം ചോദിച്ച ചോദ്യം ഇതാണ്, എല്ലാ ഷെല്ലുകളിലും പൊതുവായി കാണപ്പെടുന്ന സബ് ഷെല്ല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എസ് ആണ്. ഇനി 2ാമത്തെ ഷെല്ലായ എല്ലിന് പി ഉണ്ട്, 3ാമത്തെ ഷെല്ലായ എമ്മിനും പി ഉണ്ട്. അപ്പൊ ഈ സബ് ഷെല്ലുകളെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുമെന്നതിനെ പറ്റി പഠിക്കാം. അപ്പൊ കെ എന്ന് പറയുന്നത് 1ാമത്തെ ഷെല്ലാണ്, അതിന്റെ സബ് ഷെല്ലായ എസിനെ ഞാൻ 1s എന്ന് ഡിനോട്ട് ചെയ്യും. 2ാമത്തെ ഷെല്ലായ എല്ലിന്റെ സബ് ഷെല്ലുകളാണ് എസും പിയും, അവയെ ഞാൻ 2s എന്നും 2p എന്നും റെപ്രസെന്റ് ചെയ്യും. അതേപോലെ 3s, 3p, 3d. എന്നിന്റെ 4ാമത്തെ ഷെല്ലാണ്, അവ 4s, 4p, 4d ആൻഡ് 4f എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിച്ചു നമ്മളുടെ ഓക്സിജന്റെ കേസ് എടുക്കാം. ഓക്സിജൻ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 8 ആണ്. നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്ന വിന്യാസം വെച്ച് കെ,
എൽ എം. കെ ഷെല്ലിൽ നമ്മൾ 2 ഇലക്ട്രോണുകളെ കൊടുക്കും. ആകെ ഇതിൽ 8 ഇലക്ട്രോണുകളാണ് ഉള്ളത്. എത്രയാണോ അതിന്റെ അറ്റോമിക് നമ്പർ അതായിരിക്കും അതിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം. എപ്പോഴും അറ്റോമിക് നമ്പർ താഴെ എഴുതും. അപ്പോൾ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ ആകെ 8 ഇലക്ട്രോണുകളുണ്ട്. കെ എന്ന് പറയുന്നതിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 2 ആണ്. എല്ലിൽ പരമാവധി 8 എണ്ണം കൊള്ളും. പക്ഷേ നമ്മളുടെ കയ്യിൽ ആകെ 8 എണ്ണേ ഉള്ളൂ. 2 എണ്ണത്തിന് ഇവിടെ കൊടുത്തു. ബാക്കിയുള്ള 6 എണ്ണം അത് എല്ലിൽ കൊടുത്തു. എമ്മിൽ ഇവിടെ ഇലക്ട്രോണുകൾ ഇല്ല. മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കിയാൽ നമുക്ക് സോഡിയത്തെ എടുക്കാം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ ആകെ ഇതിൽ 11 ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പോൾ കെയിൽ 2 പേർ, എല്ലിൽ 8 പേർ, എമ്മിൽ ഒരാൾ. 2, 8, 1 അതാണ് സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്നാൽ നമ്മൾ പറഞ്ഞു നമ്മൾ എടുക്കുന്ന ഇലക്ട്രോൺ വിന്യാസം, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ഇത് നമ്മളുടെ മെയിൻ ഷെല്ലുകളാണ് കെ, എൽ, എം എന്നിവ. എന്നാൽ നമ്മൾ പഠിക്കുന്നത് ഈ കെയിലും എല്ലിലും എമ്മിലും ഉള്ളിലുള്ള ഷെല്ലുകളെ പറ്റി, അതായത് സബ് ഷെല്ലുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതായത് ഇലക്ട്രോണുകളെ നമ്മൾ 1s-ലും 2s-ലും 2p-ലും, അതായത് കെ എന്ന് പറയുന്ന ഷെല്ലിന്റെ സബ് ഷെല്ലായ 1s-ലാണ് ഇലക്ട്രോണുകൾ ഇരിക്കേണ്ടത്. എൽ എന്ന് പറയുന്ന ഷെല്ലിന്റെ സബ് ഷെല്ലായ 2s-ലും 2p-ലുമാണ് ഇലക്ട്രോണുകൾ ഇരിക്കേണ്ടത്. ഈ പറയുന്ന രീതിയേക്കാൾ കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള രീതി. അപ്പോൾ ആ വിന്യാസം എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സബ് ഷെല്ലുകൾ 1s, 2s, 2p, 3s, 3p, 4s, 3d. 1s എന്ന് പറയുന്ന കെയുടെ സബ് ഷെല്ലാണ്. 2s എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഷെല്ലാണ്, അത് എല്ലിന്റെ ആണ്. 2p എന്ന് പറയുന്നതും സെക്കൻഡ് ഷെല്ലായ എല്ലിന്റെ ആണ്. 3s-ഉം 3p-യും 3d-യും ഏത് ഷെല്ലിന്റെയാണ്? നമ്മളുടെ മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിന്റെയും. 4s എന്ന് പറയുന്നത് എൻ ഷെല്ലിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരൊറ്റ കോൺഫിഗറേഷൻ, ഈ ഒരു ഓർഡർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. അതാണ് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു ഓർഡർ നമ്മൾ പണ്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ കെയിൽ 2 ഇലക്ട്രോൺ, എല്ലിൽ 8 ഇലക്ട്രോൺ, എമ്മിൽ ഇത്ര ഇലക്ട്രോണുകൾ 18 ഇലക്ട്രോണുകൾ എന്ന് പഠിക്കുന്നത് പോലെ നിങ്ങൾ അത്യാവശ്യം പഠിക്കേണ്ട ഒരു ഓർഡറാണ് ഇത്. 1s, 2s, 2p, 3s, 3p, 4s and 3d. ഇനി കെയിൽ 2 ഇലക്ട്രോണുകൾ കൊള്ളും എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ പരമാവധി കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഇവിടെയും 2s ആണ്. അപ്പോൾ എസ് സബ് ഷെല്ലാണ്, അതിലും കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 2. പി സബ് ഷെല്ലിൽ എല്ലായ്പ്പോഴും കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. 3s, അപ്പോൾ എസ് സബ് ഷെല്ലാണ്, കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. 3p, പി സബ് ഷെല്ലാണ്, കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 6. 4s എന്ന് പറയുന്നതിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 2. 3d, ഡി സബ് ഷെല്ലിൽ പരമാവധി കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമ്മളുടെ ഓർഡർ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10. ഈ ഒരു സാധനമാണ് നമ്മളുടെ ചാപ്റ്ററിന്റെ ബേസ്. ഇത് പഠിക്കാണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ആറ്റത്തിനെ എഴുതി നോക്കാം. ഫോർ എക്സാമ്പിൾ സോഡിയം. അറ്റോമിക് നമ്പർ 11 ആണ്. നമ്മളോട് ഈ ചാപ്റ്ററിൽ ആവശ്യപ്പെടുക സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിരിക്കും ആവശ്യപ്പെടുക, അല്ലെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിരിക്കും ആവശ്യപ്പെടുക. അപ്പോൾ നമുക്ക് സോഡിയത്തിന് 11 ഇലക്ട്രോണുകൾ ഉണ്ട് എന്നറിയാം. നമ്മൾ നോർമൽ കോൺഫിഗറേഷൻ എഴുതിയാൽ, നമ്മൾ സാധാരണ എഴുതുന്ന കോൺഫിഗറേഷൻ എഴുതിയാൽ കെ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്. നമ്മൾ മുമ്പ് എഴുതിയത് കെയിൽ 2 ഇലക്ട്രോണുകൾ, എല്ലിൽ 8 ഇലക്ട്രോണുകൾ, എമ്മിൽ 1 ഇലക്ട്രോൺ. ഇവിടെ നമ്മൾ കെയിൽ അല്ല 11 ഇലക്ട്രോണുകളെയും ഒരുമിച്ച് കൊടുക്കുന്നത്, കാരണം കെയിൽ പരമാവധി കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ 2 ആണ്. എല്ലിൽ ബാക്കിയുള്ള 9 എണ്ണത്തെയും കൊടുക്കുന്നില്ല, കാരണം എല്ലിൽ പരമാവധി 8 എണ്ണമേ കൊള്ളത്തുള്ളൂ, 8 എണ്ണത്തിനെ കൊടുക്കുന്നു. എമ്മിൽ 18 എണ്ണം കൊള്ളാം, പക്ഷെ 18 എണ്ണം കൊടുക്കാനില്ല, നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് 2, 8, 1. ഇത് നമ്മളുടെ ഷെൽ കോൺഫിഗറേഷൻ ആണ്. നമുക്ക് വേണ്ടത് സബ്ഷെൽ കോൺഫിഗറേഷൻ ആണ്. സബ്ഷെൽ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ 1s, നമ്മളുടെ ഓർഡർ നോക്കുക. 1s, 1sൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളാം? എസ് സബ്ഷെൽ ആണെങ്കിൽ 2 ഇലക്ട്രോണുകൾ കൊള്ളാം. 1s2. അപ്പൊ ആകെ 11 ഇലക്ട്രോണുകൾ ഉണ്ട്, അതിൽ 2 ഇലക്ട്രോണുകൾ പോയി, ബാക്കിയുള്ളത് 9 ഇലക്ട്രോണുകൾ. 1s കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിനെ കൊടുക്കേണ്ടത് 2sലാണ്. 2s-ലും 2 ഇലക്ട്രോണുകൾ. 2s2, 2pയിൽ നമുക്കിപ്പോ 4 ഇലക്ട്രോണുകൾ പോയി, ബാക്കി 7 ഇലക്ട്രോണുകൾ ഉണ്ട്. ആ 7 ഇലക്ട്രോണുകളും പിയിൽ കൊള്ളത്തില്ല, കാരണം പിയിൽ പരമാവധി കൊള്ളാവുന്ന 6 ഉള്ളൂ. 6 എണ്ണത്തിനെ കൊടുക്കുക. നെക്സ്റ്റ് 3s ആണ്. 3sൽ 1 ഇലക്ട്രോൺ. ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നത്? ഈ ഓർഡർ തന്നെ പാലിക്കണം എന്ന് പറയാനുള്ള കാരണം 1sനാണ് എനർജി ഏറ്റവും കുറവ്. എനർജി ഏറ്റവും കുറഞ്ഞത് 1s, അതിനേക്കാൾ കൂടുതലാണ് 2s, അതിനേക്കാൾ കൂടുതലാണ് 2p, അതിനേക്കാൾ കൂടുതലാണ് 3s, അതിനേക്കാൾ കൂടുതലാണ് 3p, 4s and 3d. അപ്പോൾ എനർജി കൂടി വരുന്ന ക്രമത്തിൽ മാത്രമേ എല്ലായ്പ്പോഴും ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഇലക്ട്രോണുകൾ നിറയ്ക്കുന്ന പൂരണം ചെയ്യപ്പെടുന്നത് എല്ലായ്പ്പോഴും എനർജി കൂടി വരുന്ന, ഊർജ്ജ നില കൂടി വരുന്ന അവസ്ഥയിലായിരിക്കണം. 1sനാണ് എനർജി ഏറ്റവും കുറവ്, അതിനേക്കാൾ കൂടുതൽ. അപ്പോൾ 1sൽ 2 ഇലക്ട്രോണുകൾ കൊടുത്തതിന് ശേഷം മാത്രമേ 2sലേക്ക് ഇലക്ട്രോണുകളെ കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. പൊട്ടാസ്യം. അറ്റോമിക് നമ്പർ 19 ആണ്. കോൺഫിഗറേഷൻ എഴുതാം. 1s2, 2s2,
2p6 3s2 3p6. അപ്പോൾ 6 2 8 2 10 2 12 6 18 ആയി. ഇനി ഒരു ഇലക്ട്രോൺ കൂടി ഉണ്ട്, അത് 3p കഴിഞ്ഞാൽ നമുക്കറിയാം നെക്സ്റ്റ് വൺ 4s ആണ്, 3d അല്ല. 3pക്ക് ശേഷം 4sനാണ്, 3pയേക്കാൾ എനർജി കൂടുതൽ 4sനാണ്. എന്നാൽ 4sനേക്കാൾ എനർജി കൂടുതൽ 3dക്കാണ്. അതുകൊണ്ട് 3dയേക്കാൾ മുൻപേ ഇലക്ട്രോണുകൾ 4sൽ കൊടുക്കണം. അപ്പോൾ ഒരു ഇലക്ട്രോൺ കൂടി ഉള്ളൂ, ആ ഒരു ഇലക്ട്രോണിനെ 4sൽ കൊടുക്കുക. 3dയിൽ ഇവിടെ ഇലക്ട്രോണുകളില്ല, അപ്പോൾ 4s1. അപ്പോൾ പൊട്ടാസ്യത്തിന്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 ആൻഡ് 4s1. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന രണ്ട് പേരാണ്, ഒന്ന് കോപ്പർ, രണ്ട് ക്രോമിയം. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29 ആണ്, ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. ഇവയിൽ ഏതിന്റെയെങ്കിലും ഒന്നിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ സാധാരണ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. നമുക്ക് എഴുതി നോക്കാം. കോപ്പറിന്റെ വിന്യാസം 1s2 2s2 2p6 3s2 3p6 4s2 3d9 ആണ്. എന്നാൽ ഈ വിന്യാസത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ എഴുതുന്ന രീതി പ്രകാരമാണെങ്കിലും ഇവിടെ ഡി എന്ന് പറയുന്ന സെക്ഷനിൽ പരമാവധി കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. നമുക്കറിയാവുന്ന പോലെ ഡിയിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. ഇവിടെ ഡിയിൽ പരമാവധി 9 ആണ്. ഇവിടെ ഡിയിൽ നമ്മുടെ കോപ്പറിന്റെ കേസ് എടുക്കുന്ന സമയത്ത് കോപ്പറിന്റെ ഡി ഓർബിറ്റലിൽ പരമാവധി 9 ഇലക്ട്രോണുകളാണ് നിൽക്കുന്നത്. അപ്പോ ഡി സബ്ഷെല്ലിന് 10 ഇലക്ട്രോണുകളായാൽ നമുക്കറിയാം ഡിയിൽ പരമാവധി കൊള്ളാവുന്ന 10 ആണ്. അതായത് ഫുള്ളി ഫിൽഡ് ആവുന്ന സമയത്ത്, ഡി ഓർബിറ്റൽ ഫുള്ളി ഫിൽഡ് ആവുന്ന സമയത്ത് ഈ ഉള്ള വിന്യാസത്തെക്കാൾ കുറച്ചുകൂടി സ്ഥിരത ഉണ്ടായിരിക്കും. അതിനു വേണ്ടി 4s2, 4sൽ 2 ഇലക്ട്രോണുകൾ ഉണ്ട്, അതിൽ ഒരു ഇലക്ട്രോണിനെ 3dയിലേക്ക് മാറ്റുന്നു. അപ്പൊ 3dയിൽ 9 ഇലക്ട്രോൺ ആയിരുന്നു, ഒരു ഇലക്ട്രോൺ കൂടി 4sൽ നിന്ന് ചെല്ലുന്ന സമയത്ത് 3dയിൽ 10 ഇലക്ട്രോണുകളാവും. 4sൽ 2 ഇലക്ട്രോണുകളായിരുന്നു, അവിടെ നിന്ന് ഒരെണ്ണം പോയി, പിന്നെ അവിടെ 4s1 ഉള്ളൂ. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഇത് ചോദിക്കുകയും ചെയ്യും. സാധാരണ നമ്മൾ എഴുതുന്ന രീതിയാണെങ്കിൽ ഇവിടെ 4s2 3d9 ആണ് വരേണ്ടത്. എന്നാൽ കൂടുതൽ സ്ഥിരത ക്രമീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ സ്ഥിരത ലഭിക്കുന്നതിന് വേണ്ടി 4s2വിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ 3dയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ ക്രോമിയത്തിനെ എഴുതുന്ന സമയത്ത് 1s2 2s2 2p6 3s2 3p6 4s2 3d4. ഇതാണ് വിന്യാസം വരേണ്ടത്. ആകെ 24 ഇലക്ട്രോണുകളാണുള്ളത്. എന്നാൽ നമുക്കറിയാം ഡിയിൽ പരമാവധി കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. അപ്പൊ നമുക്കറിയാം ഫുള്ളി ഫിൽഡ് ആയാൽ, പൂർണ്ണമായും നിറഞ്ഞിരുന്നാൽ കൂടുതൽ സ്ഥിരത കിട്ടും. എന്നാൽ ഹാഫ് ഫിൽഡ് ആവുന്ന സമയത്ത്, ഭാഗികമായി നിറഞ്ഞിരിക്കുമ്പോഴും കൂടുതൽ സ്ഥിരത ഉണ്ടായിരിക്കും. അതിനുവേണ്ടി 4sലുള്ള 2 ഇലക്ട്രോണുകളിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ 3dയിലേക്ക് നീക്കുന്നു. അപ്പൊ 3dയിൽ 4 ഉണ്ടായിരുന്നു, ഒരെണ്ണം കൂടി ഇവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ 5 ആകും. ഇവിടെ നിന്ന് ഒരെണ്ണം പോയി, അപ്പൊ 4s1 ഉള്ളൂ. അപ്പോ ക്രോമിയത്തിന്റെ വിന്യാസം 1s2 2s2 2p6 3s2 3p6 4s1 3d5. ഈ രണ്ടു പേരെയും ഇപ്രകാരം വ്യത്യാസം വന്നിരിക്കുന്നത് കൂടുതൽ സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫുള്ളി ഫിൽഡ്, പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ഹാഫ് ഫിൽഡ്, ഭാഗികമായി നിറഞ്ഞിരിക്കുന്നതോ ആയ ഡി സബ്ഷെല്ലിന് കൂടുതൽ സ്ഥിരതയുണ്ട്.